ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗാഥ, എഴുന്നേക്ക്. എന്താ നവീൻ? കേക്ക് കിട്ടിയ സമയമായി, താൻ അങ്ങോട്ടേക്ക് വാ. ഗാഥ, എല്ലാവരുടെയും ക്ഷമ പരീക്ഷിക്കല്ലേ. തന്നെ കാത്തു നിൽക്കുന്നവരൊന്നും അത്രയ്ക്ക് വിഡ്ഢികളല്ല. സോറി നവീൻ, ഞാൻ വരില്ല. കേക്ക് കട്ടിയുമ്പോഴായിരിക്കും ചിലപ്പോ അതിനകത്ത് നാഗുണ്ടാവുക. അപ്പോഴായിരിക്കും അതെന്നെ കൊത്തുക. ഗാഥ, വെറുതെ ഭ്രാന്ത് പറയാതിരിക്കേ. കേക്കിനകത്തുനിന്ന് എവിടെയാ പാമ്പ്? നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ മോളെ നിന്നത്? അതിനിടയിൽ എന്ത് സംഭവിക്കാനാ? എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതിനിടയിലല്ലേ ഞാൻ ആ പാമ്പിനെ കണ്ടത്. എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ ആരും നിർബന്ധിക്കണ്ട. ഗാഥ, ഇപ്പൊ തന്റെ ഈ സ്വഭാവം കൊണ്ട് ഈ ആഘോഷം മാറ്റിവെച്ച പിന്നെ ഒരുപക്ഷെ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നവീൻ എന്തൊക്കെയാ പറയുന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം മാഡം? ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ഭാര്യയും ഭർത്താവും ആവുമ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്യണം, പരസ്പരം മനസ്സിലാക്കണം. ഇതല്ലാതെ മാഡത്തിന് വേറെ എന്തെങ്കിലും എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാനുണ്ടോ? ഓക്കെ, ഞാൻ എന്താ തിരുത്തേണ്ടത്? ഞാൻ എന്താ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? മോളിത് കേൾക്കുന്നില്ലേ? ചോദ്യം എന്നോടാ. ഞാൻ എന്താ തിരിച്ചു പറയേണ്ടത്? ഷോ, ഒന്നിവിടുന്ന് പോവാമോ എല്ലാവരും? ആ ബർത്ത്ഡേയുടെ കാര്യം കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു. എനിക്കൊരു ആഘോഷം വേണ്ട, ഒന്നും വേണ്ട. ഇതിനെ എന്ത് പേരിട്ട് വിശേഷിപ്പിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ജീവിതം പഠിച്ചെടുത്തൊന്നും ഇങ്ങനത്തെ ഒരു പെരുമാറ്റവുമില്ല. മറ്റൊരു സ്ഥലത്തായിരുന്നെങ്കിൽ ഞാനിതിങ്ങനെ വിട്ടു കൊടുക്കത്തില്ലായിരുന്നു. മാഡത്തിന് മനസ്സിലായില്ലേ? സിത്താരെ, അവന്റെ സങ്കടം സിത്താരയ്ക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അവനൊരു ആൺകുട്ടിയല്ലേ. വിട്ടുവീഴ്ചയ്ക്ക് പരിധിയുണ്ടല്ലോ. ഒരു കോമാളിയെ പോലെയാ അവനവിടെ അവരുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്നത്. സങ്കടമുള്ള കാര്യ. സുമിത്ര, കുറച്ച് കഴിയട്ടെ. ഞാൻ മോളെ ഒന്ന് സ്വസ്ഥമാക്കിയിട്ട് ഞാൻ കൂട്ടി വരാം. മോളെ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല മമ്മി. എല്ലാവർക്കും എന്നെ കുറ്റം പറയേ വേണ്ടു. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലാത്തതുപോലെ. കുറച്ച് കഴിയുമ്പോ എല്ലാം ഓക്കെ ആവും. എല്ലാം ഓക്കെ ആവും മോളെ, റിലാക്സ്. അയ്യോ സാർ, ഇത്ര വില പിടിച്ച ഗിഫ്റ്റ് ഒന്നും ഞാൻ സ്വീകരിക്കില്ല. ശരി എങ്കിലേ വേറൊരു കാര്യം തരാം. കൃഷ്ണമോളുടെ പിറന്നാളായിട്ട് സാർ അമ്പലത്തിലൊക്കെ പോയോ? ഇന്ന് കൃഷ്ണമോളുടെ പിറന്നാൾ മാത്രമല്ലടോ, എന്റെ കാണാതെ പോയ മോളുടെ ബർത്ത്ഡേ ഇന്നാ. സാർ, എന്റെ മകളെ കാണാതിരിക്കുന്ന സമയത്ത് എന്റെ മകളെ പോലെ കിട്ടിയ കൃഷ്ണയെ. എന്നാ സത്യസന്ധമായിട്ട് എന്നെ ഒരു അച്ഛന്റെ സ്ഥാനത്ത് കണ്ടിട്ടില്ല അല്ലേ? അങ്ങനെ തന്നെ കണ്ടിരിക്കുന്നത് സാർ. ആഹാ, അങ്ങനെയാണെങ്കിൽ മകളുടെ പിറന്നാളിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് അച്ഛന്റെ അവകാശമല്ലേ മോളെ? അതില് കൃഷ്ണ പെട്ടുപോയി.